ജീവിതത്തെ കർത്താവിനായി പ്രത്യേകം സമർപ്പിക്കാം. നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മുടെ പ്രയാസം, നമ്മുടെ കണ്ണുനീര്, ദുഃഖം, ഇവയെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായി ഉയരട്ടെ. നമ്മുടെ സങ്കടങ്ങളിലെ സഹമതിക്കാത്ത ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങളില് നമ്മോടൊപ്പം സങ്കടപ്പെടുന്നവൻ, നമ്മുടെ വേദനകളില് നമ്മോടൊപ്പം ആകുന്നവനുമായ യേശു തമ്പുരാനാണ്. യേശു തമ്പുരാന്റെ മുന്നിലാണ് നമ്മൾ പ്രാർത്ഥനയോടെ ആകുന്നത്. അവിടുന്ന് നമുക്കായിട്ട് വിഭജിച്ച് മുറിച്ച് നൽകിയ അവിടുത്തെ തിരുശരീരവും തിരുരക്തവുമാണ്. അവിടുന്ന് പറയുന്നത്, ഇത് വാങ്ങി ഭക്ഷിക്കുന്നവനിലും ഇത് വാങ്ങി കുടിക്കുന്നവനിലും ഞാൻ ഉണ്ടായിരിക്കുമെന്നതാണ്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്നതാണ്. എന്നെ വാങ്ങി കുടിക്കുന്നവന്, എന്നെ വാങ്ങി ഭക്ഷിക്കുന്നവന് നിത്യമായ ജീവൻ ഉണ്ടാകുമെന്നതാണ്. കർത്താവാകുന്ന ആ ജീവനില് നമുക്ക് പ്രവേശിക്കാം. കർത്താവാകുന്ന സ്നേഹത്തില് നമുക്ക് ജീവിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കാൻ, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കളങ്കങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധമായ ബലിയിൽ പൂർണ്ണമായിട്ട് നമുക്ക് പങ്കുചേരാൻ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളെ ഇവയെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കാൻ, നമ്മളെ തൊടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില് അങ്ങ് വഴിയും വെളിച്ചവുമാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്റെ ജീവിതയാത്രയില് കർത്താവേ, നീയാകുന്ന വെളിച്ചത്തിൽ സഞ്ചരിക്കുവാനും നീയാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. അങ്ങാകുന്നവൻ യഥാർത്ഥമായ വഴിയും വെളിച്ചവും അങ്ങിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയിടമേ. നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായും അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നു. ക്രിസ്തുനാഥൻ വെച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം